വെൽക്കം ടു ഹെൽത്തി ലൈഫ്. ഞാൻ ഡോക്ടർ അശ്വതി. ഇന്നത്തെ വീഡിയോ നടുവേദനയെ കുറിച്ചിട്ടാണ്. നമ്മൾ ഒ പിയിൽ വളരെ സാധാരണമായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് നടുവേദന. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസും ഒരുപാട് സംശയങ്ങളും ഒക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നടുവേദന ആയുർവേദ ചികിത്സയിലൂടെ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുമോ? അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണോ? റെസ്റ്റ് എടുക്കുന്നത് എത്രത്തോളം നല്ലതാണ്? ഏത് ബെഡാണ് യൂസ് ചെയ്യേണ്ടത്? അങ്ങനെ ഒരു ഒട്ടനവധി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ നടുവേദനയെ കുറിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നടുവേദനയെ കുറിച്ചിട്ടാണ്. അപ്പോൾ നടുവേദന വളരെ നിസ്സാരമായിട്ടുള്ള കാരണങ്ങളും കൊണ്ടുണ്ടാവാം. അത് വളരെ പ്രധാനപ്പെട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടും നടുവേദന ഉണ്ടാവാം. നടുവേദനയുടെ കാരണം അനുസരിച്ച് ചികിത്സയും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നടുവേദന പ്രധാനമായിട്ടും നടുവിലെ പേശികൾക്കുണ്ടാവുന്ന പ്രശ്നം കൊണ്ടുണ്ടാവാം. അതല്ല ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നം കൊണ്ടും ഉണ്ടാവാം. അപ്പോൾ എല്ലുകൾക്കുണ്ടാവുന്ന തേയ്മാനം, ഡിസ്ക് സ്പേസ് കുറയുക, പിന്നെ ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടാവാം, പിന്നെ ഡിസ്ക് ഹെർണിയേഷൻസ് ഉണ്ടാവാം, ആർത്രൈറ്റിസ് ഉണ്ടാവാം, നെർവ് കംപ്രസ് ആയിട്ട് നമ്മുടെ കാലിലേക്കും ഒക്കെ വേദനയും തരിപ്പും വരുന്ന സയാറ്റിക്ക എന്ന് പറയുന്ന കണ്ടീഷൻസ് ഉണ്ടാകാം. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് നടുവേദന ഉണ്ടാവാം. അപ്പോൾ ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർ, ഇപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ ഒരുപാട് ജോലി ചെയ്യുന്നവർ, പിന്നെ ഡ്രൈവേഴ്സ്, അവർക്കൊക്കെ കൂടുതലായിട്ടും പേശി സംബന്ധമായിട്ട് ഉള്ള നടുവേദനയാണ് വരാറ്. അപ്പോൾ ഇതിന് ആയുർവേദ പ്രകാരം വൈദ്യനിർദ്ദേശപ്രകാരം ഉള്ള എണ്ണകൾ കൊണ്ട് അഭ്യംഗം ചെയ്യാം, കിഴി ചെയ്യാം. അതൊക്കെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ചികിത്സകളാണ്. അതിനോടൊപ്പം തന്നെ ഇന്റേണൽ മെഡിക്കേഷൻസും അകത്തേക്ക് കഴിക്കാനുള്ള മരുന്നും കൂടി എടുക്കാനാണെങ്കിൽ ഇത് നമുക്ക് കൃത്യമായിട്ട് ചികിത്സിക്കാനായിട്ട് സാധിക്കും. ഇനി വളരെ കാലമായിട്ടുള്ള നടുവേദന, എത്ര ചികിത്സിച്ചിട്ടും മാറാത്ത നടുവേദന, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക് സംബന്ധമായിട്ടുള്ള നടുവേദനയാവാൻ ചാൻസ് ഉണ്ട്. അതിന് നിങ്ങൾ ഇൻവെസ്റ്റിഗേഷൻസ് പ്രോപ്പറായിട്ട് ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള എക്സ്റേ എടുക്കുക, MRI എടുക്കുക. അപ്പം അതിൻ്റെ റിസൾട്ട് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ചികിത്സകൾ വരുന്നത്. ഇതുപോലെ തന്നെ വൈദ്യനിർദ്ദേശപ്രകാരമുള്ള സ്പെഷ്യലായിട്ടുള്ള തൈലങ്ങൾ വെച്ചിട്ട് നമ്മൾ അഭ്യംഗം ചെയ്യാറുണ്ട്, കിഴി ചെയ്യാറുണ്ട്, വസ്തികൾ ചെയ്യാറുണ്ട്, കടി ബീച്ചു, ബാൻഡേജിങ്, അങ്ങനെ ഒരുപാട് ചികിത്സകളുണ്ട്. ഒരു ഡോക്ടറെ കണ്ടിട്ട് ഒരു ഡോക്ടർ അത് കൃത്യമായിട്ടുള്ള ചികിത്സ നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നതാണ്. അപ്പോൾ ആയുർവേദത്തിൽ വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ചികിത്സകൾ ലഭ്യമാണ് നടുവേദനയ്ക്ക്. ഇനി പലർക്കുമുള്ള ഡൗട്ടാണ് എക്സസൈസ് ഒക്കെ ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ ബാക്ക് മസിൽസ് സ്ട്രെങ്തൻ ആവാനുള്ള പെർട്ടിക്കുലർലി ഉള്ള എക്സസൈസസ് ഉണ്ട്. ഭുജംഗാസന പോലെയുള്ള എക്സസൈസ്, അതൊക്കെ നിങ്ങളൊരു യോഗ ഇൻസ്ട്രക്ടറിൻ്റെ സഹായത്തോടെ ചെയ്യുക. അതല്ലെങ്കിൽ ഒരു ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ബാക്കിലെ മസിൽ സ്ട്രെങ്തൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ഇനി ഉള്ള ഡൗട്ട് എത്രത്തോളം റെസ്റ്റ് വേണം എന്നുള്ളതാണ്. അപ്പം ഇനിഷ്യൽ സ്റ്റേജസിൽ വേദനയുള്ള സമയത്ത് റെസ്റ്റ് എടുക്കുക, അതിനുശേഷം ഒരു സാധാരണ ജീവിതത്തിലേക്ക് വരാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ മസിൽ സ്ട്രെങ്തനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ബാക്ക് പെയിൻ ഉള്ളവർ ബെൽറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറയോ എന്ന്, ബെൽറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ബെൽറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് വേദന കുറയും, പക്ഷെ വേദനയുടെ കാരണം അവിടെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. അപ്പം ആദ്യത്തെ സ്റ്റേജിലൊക്കെ ബെൽറ്റ് യൂസ് ചെയ്തിട്ട് മെല്ലെ അത് മാറ്റുന്നതായിരിക്കും നല്ലത്. ഇനി ഫ്രാക്ചർ കേസിൽ, പിന്നെ പ്രായമായവർക്കൊക്കെ ബെൽറ്റ് യൂസ് ചെയ്യാം. പിന്നെ അത് നമ്മൾ റിക്കവർ ആവുന്നതിനനുസരിച്ചിട്ട് ബെൽറ്റ് മാറ്റുന്നതായിരിക്കും നല്ലത്. പിന്നെ ഏത് തരത്തിലുള്ള ബെഡാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട്. ഫേം ആയിട്ടുള്ള കൊയർ ബെഡ് ആയിരിക്കും നല്ലത്. അതുപോലെ തന്നെ സ്പ്രിംഗ് മാട്രസസ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നടുവേദനയുള്ളവർ എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം എന്ന് നോക്കാം. കുനിഞ്ഞു നിന്നിട്ട് നമ്മൾ വെയിറ്റ് എടുത്ത് പൊക്കുന്നത് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ കുനിഞ്ഞു നിന്നിട്ടുള്ള ജോലികൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ബൈക്കിലൊക്കെയുള്ള ലോങ് ആയിട്ടുള്ള യാത്രകൾ അവോയ്ഡ് ചെയ്യുക. ലോങ് സിറ്റിംഗ് അവോയ്ഡ് ചെയ്യുക. പിന്നെ വെയിറ്റ് കൂടുതലുള്ളവരാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാനും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക്കലി നടുവേദനയെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഞാൻ റിപ്ലൈ തരുന്നതാണ്. താങ്ക്